ശിവമോളെ ഗായത്രി എടുത്തു നിൽക്കുന്ന ഫോട്ടോസുകൾ ഉണ്ടായിരുന്നു അവിടെ. അച്ഛൻ പറഞ്ഞ പോലെ എന്നിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റുക എന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ആ വേദന കാര്യമാക്കിയാൽ ചിലപ്പോൾ എനിക്കെൻ്റെ മോളെ എന്നേക്കുമായി നഷ്ടമാകും. ഞാൻ കാരണം രുദ്രനും കൂടി ആപത്ത് വരും. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അച്ഛൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാനാവില്ല. ഇവിടെ നിന്നില്ലേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയുമില്ല. തൽക്കാലം അച്ഛനു വേണ്ടി സമ്മതിക്കാം. എന്തായാലും അച്ഛനെ എന്നെ ഫോഴ്സ് ചെയ്യുന്ന പോലെ ഒരിക്കലും രുദ്രനെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. കല്യാണമ്മ പറഞ്ഞത് അനുസരിച്ച് രുദ്രൻ്റെ മുന്നത്തെ വിവാഹ ജീവിതം അത്ര നല്ല രീതിയിലൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് രുദ്രൻ സമ്മതിക്കലായിരിക്കാം, ഗായത്രി മനസ്സിൽ പറഞ്ഞു. എന്നാലും അവളുടെ ഉള്ളിൽ എവിടെയോ ആ കല്യാണം നടക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. കാരണം രുദ്രനോട് അടുത്ത് ഇടപഴകിയപ്പം അവൻ എന്തെന്ന് അവൾക്ക് മനസ്സിലായല്ലോ. പിന്നെയും കൃഷ്ണയുടെ കാര്യത്തിൽ നവീൻ അവൾക്കെതിരെ വന്നപ്പോൾ രുദ്രൻ്റെ മുഖത്തുണ്ടായ ഭാവമാറ്റവും അവൾക്കൊപ്പം ഉറച്ചു നിന്നതും എല്ലാം അവനോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ ഇടയാക്കി. ശരിക്കും മഹേഷിൽ നിന്ന് അവൾക്ക് അനുഭവപ്പെടേണ്ടി വന്ന കാര്യങ്ങളിലൂടെ ആൺവർഗത്തെ തന്നെ അവൾ വെറുത്തിരുന്നു. അതിൽ നിന്നുമെല്ലാം വ്യത്യാസം വന്നത് രുദ്രൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നത് മുതലാണ്. അതെല്ലാം ആലോചിച്ച് ഗായത്രി ചിന്തകളിൽ മുഴുകി. ഇതേ സമയം രുദ്രൻ പുറത്ത് നിൽക്കുകയായിരുന്നു. കുഞ്ഞാവ അവൻ്റെ അടുത്ത് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. പക്ഷേ രുദ്രന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഗായത്രിക്ക് കാര്യമായി എന്തോ വിഷമമുണ്ടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. പക്ഷേ അത് എന്തെന്നറിയാതെ അവനും സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഗായത്രിയുടെ വിഷമങ്ങളും അവളുടെ പ്രശ്നങ്ങളുമെല്ലാം രുദ്രൻ്റെ കൂടി ആവുകയായിരുന്നു. എനിക്കെന്താ പറ്റിയത്? ഞാൻ എന്തിനാ മാഡത്തിൻ്റെ കാര്യം ആലോചിച്ച് ഇത്ര ടെൻഷൻ അടിക്കുന്നേ? മാഡം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി മാറി, അതുകൊണ്ട് മാത്രമാണോ എനിക്ക് ഈ പ്രശ്നം? അവൻ്റെ ഉള്ളിൽ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ വന്നു നിറഞ്ഞു. അപ്പോഴാണ് ചന്ദ്രശേഖരൻ അവൻ്റെ അടുത്തേക്ക് വന്നത്. എന്താടോ ഈ സമയം പൂളിൻ്റെ അടുത്തിരിക്കുന്നേ? ഓർക്കൊന്നുമില്ലേ? ചന്ദ്രശേഖരൻ രുദ്രനോട് ചോദിച്ചു. ആ ചോദ്യം കേട്ട ഭാഗത്തേക്ക് രുദ്രൻ നോക്കി. അപ്പോഴാണ് തൻ്റെ മുമ്പിൽ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ചന്ദ്രശേഖരനെ കണ്ടത്. അവൻ ആദ്യം അയാളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം പറഞ്ഞു, ഇല്ല സർ, ഇന്നെന്തോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. അതെന്താടോ ഇന്ന് ഉറങ്ങാൻ പറ്റാത്തെ? അറിയില്ല സർ, മനസ്സെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുക. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാ കാര്യം എന്തെന്നറിയാതെ ടെൻഷൻ അടിക്കുന്നേ, അവൻ തമാശ മട്ടേന പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ ഒന്നും കൂടി നല്ലോണം ചിരിച്ചു. സാർ എന്താ ഉറങ്ങാത്തെ? അവൻ്റെ ആ ചോദ്യം കേട്ടതും ചന്ദ്രശേഖരൻ പറഞ്ഞു, എനിക്കും തന്നെ പോലെ തന്നെയാ, ഒരു സ്വസ്ഥതയില്ലടോ. പക്ഷേ എനിക്കതിൻ്റെ കാരണം അറിയാട്ടോ എന്ന്. എന്താ സാറിന് ശരീരത്തിന് വല്ല കുഴപ്പമുണ്ടോ? രുദ്രൻ ചോദിച്ചു. കുഴപ്പം ശരീരത്തിനല്ലടോ, മനസ്സിനാ. എന്താ സർ? സാറുടെ മനസ്സിന് എന്തു പറ്റി? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോളൂ, രുദ്രൻ ചന്ദ്രശേഖരനോട് ചോദിച്ചു. തന്നോട് എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാനേ സന്തോഷമുള്ളൂ. എടോ, ഗായത്രിയുടെ കാര്യം തന്നെയാ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം. അത് ഒരു അച്ഛൻ എന്ന നിലയിൽ തനിക്ക് മനസ്സിലാവും പറഞ്ഞാൽ. ഗായത്രിയുടെ കാര്യം എന്ന് കേട്ടതും രുദ്രന് ആ കാര്യം അറിയാനുള്ള ആകാംക്ഷ കൂടി. എന്താ സർ? അവൻ ചോദിച്ചു. അല്ല, എന്താ സർ മാഡത്തിൻ്റെ വിഷമം? അവളുടെ ഏറ്റവും വലിയ വിഷമം അവൾക്ക് കൊടുക്കുന്നതേ ഞാൻ തന്നെയാടോ. നിനക്കറിയോ രുദ്ര, എൻ്റെ മോളെ വളരെ നല്ല കുട്ടിയായിരുന്നു. ഈ കാണുന്ന മുൻകോപോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക്. സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരി, കാശിൻ്റെ ഹുങ്ക് ഒട്ടുമില്ലാത്ത, എല്ലാവരോടും സമാധാനത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്ന ഒരു പാവം പെൺകുട്ടി. വളരെ ലളിതവും സുന്ദരവുമായിരുന്നു അവളുടെ ജീവിതം. ആ ജീവിതത്തിലേക്കാണ് ഞാൻ മഹേഷ് എന്ന ചെകുത്താനെ കൊണ്ടുവന്നത്. അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു. അവളുടെ ജീവിതവും സന്തോഷവും അങ്ങനെ എല്ലാം. അവസാനമായിട്ട് അവളുടെ ജീവിക്കാനുള്ള ആകെയുള്ള പ്രതീക്ഷയായ അവളുടെ കുഞ്ഞിനെയും അവൻ ഇല്ലാതാക്കി. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടും
ഇപ്പോൾ അവൻ വീണ്ടും വന്നിരിക്കുക എൻ്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ. അയാൾ വേദനയോടുകൂടി രുദ്രനോട് പറഞ്ഞു. അവനെ വിളിച്ചിട്ട് വെല്ലുവിളിച്ചു ഗായത്രി. അവൻ വരുന്നുണ്ടത്രേ എൻ്റെ മോളുടെ ജീവൻ എടുക്കാൻ. ഇന്ന് ഓഫീസിൽ അവൾക്കൊരു കോള് വന്നിരുന്നു അവൻ്റെ. അതിനുശേഷം എൻ്റെ കുഞ്ഞാകെ വെപ്രാളത്തില. അയാൾ പറഞ്ഞത് കേട്ടതും രുദ്രൻ ഞെട്ടി. അവനാകെ വല്ലാണ്ടായി. എന്താ സാർ പറയുന്നേ? ഇത്രയും കാര്യങ്ങൾ ഉണ്ടായോ? എന്നിട്ട് എന്താ മാഡം എന്നോട് ഇതൊന്നും പറയാതിരുന്നത്? രുദ്രൻ ഞെട്ടലോട് ചോദിച്ചു. അതിന് തന്നോട് പറയാതെ തന്നെ നാടുകടത്താനായിരുന്നു ഗായത്രിയുടെ പ്ലാൻ. നാടുകടത്താനോ? എവിടേക്ക്? US-ലുള്ള ഞങ്ങളുടെ കമ്പനിയിലേക്ക് തന്നെ. സാർ? അതേടോ. മഹേഷ് അവൾക്ക് നേരെ വന്നാൽ അവൻ്റെ പ്രവൃത്തികളെ കൊണ്ട് തനിക്കോ ശിവമോൾക്കോ എന്തെങ്കിലും പറ്റിയാലോ എന്ന പേടി ഗായത്രിക്കുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട അവളുടെ കുഞ്ഞിന് പകരം ഗായത്രി കാണുന്നത് ശിവമോളെയല്ലേ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഗായത്രിക്ക് താങ്ങാൻ സാധിക്കില്ല. ശരിക്കും ശിവമോളുടെ അമ്മ ഗായത്രി തന്നെയാണ്. ആ അമ്മ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്വന്തം കാര്യത്തേക്കാൾ കുഞ്ഞിനാണ്. അതിനാലാണ് തന്നെയും നാടുകടത്താൻ തീരുമാനിച്ചത്. ചന്ദ്രശേഖരൻ രുദ്രനോട് പറഞ്ഞു. അപ്പോൾ മാഡവും വരുന്നുണ്ടോ ഞങ്ങൾക്കൊപ്പം? രുദ്രൻ്റെ ചോദ്യം കേട്ട് ചന്ദ്രശേഖരൻ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ലടോ, ഗായത്രി വരുന്നില്ല. എന്താ സാർ പറയുന്നത്? മാഡത്തിന് മഹേഷിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതല്ലേ. എന്നിട്ടും മാഡം എന്തുകൊണ്ടാണ് വരാത്തത്? രുദ്രൻ ആദിയോടെ ചോദിച്ചു. അതോ, അവൾക്ക് പകരം വീട്ടണം അവനോട്. അവളുടെ കുഞ്ഞിനെ കൊന്നത് അല്ലേ. പക്ഷേ എനിക്ക് പേടിയാടോ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്. അവൾക്കൊപ്പം നിൽക്കാൻ ആരുമില്ല. ശരിക്കും എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്കാ. ഒന്ന് കൂടെ നിൽക്കാനോ ആശ്വസിപ്പിക്കാനോ നിനക്ക് ഞാനുണ്ടെന്ന് പറയാനോ അങ്ങനെ ആരും അവൾക്കൊപ്പം ഇല്ല. എൻ്റെ കാലശേഷം എന്താവുമെന്ന് എനിക്കറിയില്ല എന്നു പറഞ്ഞ് അയാൾ രുദ്രൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുപോയി. രുദ്രനും എന്താ ചെയ്യേണ്ടത് എന്നറിഞ്ഞില്ല. അവൻ പറഞ്ഞു, സാർ കരയല്ലേ, മാഡത്തിന് ഒന്നും സംഭവിക്കില്ല, മാഡത്തിൻ്റെ ഒപ്പം ഞാനുണ്ടാവുമെന്ന് രുദ്രൻ ചന്ദ്രശേഖരൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ചന്ദ്രശേഖരൻ രുദ്രനെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണിൽ അവൻ പറഞ്ഞ വാക്കുകളോടുള്ള ആത്മാർത്ഥതയുണ്ടായിരുന്നു. വാക്കുകളിൽ ഉറപ്പും ഉണ്ടായിരുന്നു. അത് കണ്ട് ചന്ദ്രശേഖരൻ രുദ്രനോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനോടൊപ്പം എന്നും മോനുണ്ടാവുമെങ്കിൽ മോന് എൻ്റെ ഗായത്രി മോളെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന്. അതിന് രുദ്രൻ എന്ത് മറുപടി കൊടുക്കുമെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ഗായ്സ്, ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.